ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഏപ്രൺ തയ്ക്കുന്നതാണ്. നമുക്കതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങെല്ലാം എത്രയും പെട്ടെന്ന് നോക്കുക. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് നീളം 42 ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. ഇത് 13 ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നീളം വീതി എടുക്കുക. ഇത് 2 പീസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഡബിളായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിളായിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 8 ഇഞ്ചോ 10 ഇഞ്ചോ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. അത് ഹൈറ്റിനനുസരിച്ച് ഇതിപ്പോൾ എൻ്റെ അളവാട്ട. ഇവിടെ 3, പിന്നെ താഴോട്ട് 5.5. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. 5.5 എടുത്തിരിക്കുന്നത്. ഇവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് യു ആ സ്ക്വയർ എന്താ വേണമെന്ന് ചെയ്യാം. ഞാനിപ്പോൾ യു ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് എടുക്കുക. യു ആണെങ്കിൽ യു, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, വി ആണെങ്കിൽ വി. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. വളരെ എളുപ്പമാണ്. പിന്നെ സൈഡൊന്ന് ലെവലാക്കി കൊടുക്കുക. ഞാൻ 1 ഇഞ്ചോളം ഒന്ന് കുറച്ചിട്ടുണ്ട് ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിലോട്ടേക്ക് പോവാം. ഇനി ഈ 2 പീസും ഇങ്ങനെ നല്ല വശം ഒന്നിച്ച് വെക്കുക. അതായത് നല്ല സൈഡും കൂടെ പിന്നെ കുത്തി കൊടുക്കുക. പിന്നെ കുത്തിയതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതുപോലെ എന്നിട്ട് കട്ട് കൊടുക്കാൻ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു കട്ടിങ് സ്റ്റിച്ച് കട്ടായിപ്പോല്ലേ. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ അയൺ ചെയ്യാം. ഇനി ഇവിടെ ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ട്രാപ്പ് കൊടുക്കാൻ 15 കേട്ടോ, 15. ഇതുപോലെ 2 സൈഡ് മാർക്ക് ചെയ്യാം. ഇനി വേണ്ടത് സ്ട്രാപ്പ് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള തുണി വെച്ചിട്ടാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ 20 ഇഞ്ചേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക. അങ്ങനെ 2 പീസാണ് സ്ട്രാപ്പിനെടുത്തത്. ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്യണം. ഇതിങ്ങനെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടക്കുക. ഇതുപോലെ മടക്കി കൊണ്ടുപോകാൻ. എന്നിട്ട് അടിയിലത്തെ ഒരു ഭാഗവും മേലത്തെ ഒരു ഭാഗവും കണ്ട, ഇത് മേലത്തെ ഭാഗം. ഇനി അടിയിലത്തെ ഇവിടെ കാണുന്നില്ല, ഇങ്ങനെ വെക്കുക. ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ സ്ട്രാപ്പും കൂടിയും കൊടുക്കണം കേട്ടോ. നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ മാർക്ക് ചെയ്തെടുത്ത് ഒരു പിന്നാറ്റ് കുത്തി വെക്കുക. പിന്നെ കുത്തി വെച്ചതിന് ശേഷം നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെ തിരിച്ചിടണം. ഇതിനെ തിരിച്ചിടുക. ഇനി അടുത്ത സൈഡ് അതുപോലെ ചെയ്യണം. 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണ്ട. നമുക്ക് ഇതിന് 2 സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെയ്തതിന് ശേഷം മറ്റൊന്ന് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുക. അടിയിലത്തെ ഭാഗത്തോട് കൂടിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്ട്രാപ്പ് വെക്കണം കേട്ടോ. 15 ഇഞ്ച്, അതായത് ഈ മേലെ നിന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് 15 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കൊടുക്കുക, ഒരു പിന്ന് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇതും തിരിച്ചിടണം. എന്നിട്ടൊന്ന് അയൺ ചെയ്യണം. അതായത് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് 15 ഇഞ്ച് കൊടുക്കണ്ടേ. അപ്പം നമ്മൾ 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത് സ്ട്രാപ്പും വഴി മേലെ ഒന്ന് മടക്കി തയ്ക്കുക, താഴൊന്ന് മടക്കി തയ്ക്കുക. കഴിഞ്ഞ പണി അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഇവിടെയൊന്ന് മടക്കി തയ്ക്കുക, താഴെ കണ്ട കഴിഞ്ഞു. സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിന്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്നും പണിയില്ല. വളരെ